എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം ആ വനത്തിനുള്ളില് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നാല് വഴിക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ വഴിക്കാണ് അവര് പിന്നെ രക്ഷപ്പെട്ടു വരാനുള്ള ചാൻസ് ഉള്ളത്. 3 വഴികളാണ് മുഴുവനുള്ളത് ആ വനാന്തരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട്. അപ്പൊ 2 വഴിയില് തന്റെ ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരൊറ്റ വഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗൗതം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെടിവെച്ച കേട്ടു. ഗൗതത്തിന് മനസ്സിലായി ഇവിടെ എവിടെയോ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുള്ള കാര്യം. പിന്നീട് ഗൗതം അങ്ങോട്ട് നീങ്ങുവാണ്. ഈ സമയത്ത് ഗൗതം മുരളിനെ വിളിച്ചു നോക്കുന്നുണ്ട്. മുരളിനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗൗതത്തിന് എന്തോ ഒരു അപകടം എടുത്തു. എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു പക്ഷേങ്കില് മുരളിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി സത്യമല്ലായിരിക്കോ. ആദിത്യൻ അവന്റെ കഥ തീർന്നെന്നാ പറഞ്ഞത്. അവന് ഏറ്റുമുട്ടൽ തന്നെ അവൻ കൊല്ലപ്പെട്ടെന്നാ പറയണേ. പക്ഷെ അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴാണെങ്കിലോ മുരളേട്ടനെ വിളിച്ചിട്ട് കിട്ടണമില്ല. ആകെപ്പാടെ ഗൗതത്തിനൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് വീണ്ടും വെടിവെച്ച് കേൾക്കുവാണ്. അങ്ങനെ വെടിവെച്ച് കേട്ട ഭാഗത്ത് ലക്ഷ്യമാക്കിയിട്ട് ഗൗതം അങ്ങോട്ട് നീങ്ങുവാണ്. ഈ സമയം അർജുൻ ആകെപ്പാടെ ടെൻഷനായിരുന്നു. അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിങ്കി ഇനി അവളുടെ മനസ്സ് ഒരിക്കലും തനിക്ക് കീഴ്പ്പെടാൻ വഴിയില്ലെന്ന് മനസ്സിലായി. കാരണം ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെ സ്നേഹിക്കാൻ വഴിയില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതമേട്ടന. അത് മാത്രമല്ല അവളുടെ സമനില തെറ്റിയ പോലെ അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭ്രാന്തമായ സ്നേഹം തന്നോടല്ല ഗൗതമേട്ടനോട്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ആദ്യരാത്രി കഴിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. താന് അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വെറുതെയാന്ന് തോന്നേ. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അർജുൻ ഒരുക്കമല്ലായിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിങ്കിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പിങ്കിനെ തന്റെ സ്വന്തമാക്കണം. ഇല്ലെങ്കിൽ ഗൗതമേണ്ണ നന്ദേടത്തിന്റെ ജീവിതം കൂടെ താറുമാറാന്നെ. ഒരു പക്ഷേങ്കില് താൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ജീവിതം പോലും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. കൃത്യസമയത്ത് തന്നെ താൻ വന്നേ. നന്ദേടത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് നന്നായി. ഇല്ലെങ്കിൽ ഗൗതമേണ്ണന്റെ നന്ദയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് പിങ്കി എന്തും ചെയ്തേനും. അത് അർജുന് മനസ്സിലായി. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന്. പിന്നീട് അർജുൻ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് പിങ്കി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. നന്ദയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഓ ഭയങ്കര സങ്കടത്തിനാണല്ലോ അങ്ങോട്ട്. ഗൗതം ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമമായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. ദേ പിങ്കി, നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ. ഇത് കേട്ടോണ്ടാ അർജുൻ അങ്ങോട്ട് വരുന്നത്. അർജുൻ വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ പിങ്കി? നീ എന്തിനാ എപ്പോ നോക്കിയാലും നന്ദേടത്തിയായിട്ട് വന്നിട്ട് ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതിന് ഞാനിവളോട് എന്ത് പറഞ്ഞെന്നാ? ഓ ഇവിടെ എന്നെയല്ലേ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരുന്നേ? ഉപദേശിക്കാൻ വരുന്നത് എന്തിന്? നിന്നെ ഉപദേശിക്കാൻ വരണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. നീ ഒരു തെറ്റും ചെയ്യാൻ നന്ദേടത്തിനെ ഉപദേശിക്കാൻ വരത്തില്ല. എനിക്ക് നന്ദേടത്തിനെ നന്നായിട്ട് അറിയാന്ന് പറയാം. അതങ്ങനെയാണല്ലോ. അർജുൻ എന്ത് പറഞ്ഞാലും എപ്പോഴും നന്ദയുടെ ഭക്ഷണത്തല്ല നിൽക്കത്തുള്ളൂ. നന്ദേടത്തിന്റെ ഭക്ഷണം നിന്നല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ ശരി. എവിടെയെങ്കിലും ഒപ്പം ഞാൻ നിൽക്കുള്ളൂ പറയാം. ഞാൻ വേറെ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ഗൗതമിനെ കുറിച്ച് പറഞ്ഞ ഗൗതം പോയതിന്റെ ആ വിഷമത്തിലായിരുന്നു നന്ദ. അത് ഞാനൊന്ന് ചോദിച്ചെന്നുള്ളൂ. അതിനെ അവൾ ഇത്രമാത്രം എന്നോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇത് കേട്ടപ്പം അറിഞ്ഞു ചോദിച്ചു, അല്ല ഗൗതമേട്ടൻ പോയാലും നന്ദേടത്തി വിഷമിക്കുന്നത് നിനക്കെന്താ പിങ്കി കുഴപ്പം? നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കെന്ത് പ്രശ്നം? ഗൗതം ഇവിടുത്തെ ഒരാള്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം എനിക്കൊന്നും ഇല്ലാന്ന് പറയാ. ഇത് കേട്ട അർജുൻ ചോദിച്ചു, അങ്ങനെയാണോ പിങ്കി? ഗൗതമേട്ടൻ നിനക്ക് ഇവിടുത്തെ വേറെ ഒരാള് മാത്രമാണോ? അത്ര മാത്രമേ ഉള്ളോ? എനിക്കറിയാം അങ്ങനെയല്ലാന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കിയിൽ ഒരു ഞെട്ടലുണ്ടായി. പിങ്കി ചോദിച്ചു, അർജുൻ എന്താ അങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് അർജുൻ അടുത്ത്, വേണ്ട ഒന്നും പറയണ്ട, വെറുതെ എന്തിനാ പറഞ്ഞു ഓരോന്നും പറഞ്ഞ് കൊളവാക്കുന്നേ? ഈ പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അല്ല ഞാൻ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല. ഗൗതമേട്ടൻ ആരാ? എന്റെ ഏട്ടനാണ്. അപ്പൊ ആ ഒരു സ്ഥാനം ഗൗതമേട്ടന് വേണം. അല്ലാതെ ഇന്ത്യവരത്തിലെ വരെ ആള് മാത്രമല്ല, ആ ഒരു പരിഗണനയൊന്നും അല്ല ഗൗതമേട്ടൻ നീ കൊടുക്കണ്ടെന്ന് പറയാം. ഈ സമയം പിങ്കി മനസ്സിൽ കളഞ്ഞ് ആശ്വാസമായി. താൻ വിചാരിച്ചു ഇനിയിപ്പൊ തന്റെ മനസ്സിലുള്ള ഇപ്പോഴും ഗൗതമാന്നുള്ള കാര്യം അർജുനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. ഈ സമയം നന്ദനെ അർജുൻ ഒന്ന് നോക്കുന്നുണ്ട്. നന്ദടുത്തി ഒന്നും പറയില്ലെന്നുള്ള രീതിയിൽ. കാരണം അർജുൻ അറിയാം താനിപ്പോ ഗൗതമേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മനസ്സിൽ ഗൗതമേട്ടനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവൾക്ക് തന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ഇവൾക്ക് പിന്നെ വല്ലാത്തൊരു ടെൻഷനും ആയിരിക്കും. ഒരിക്കലും പിന്നെ തനിക്ക് ഇവളെ സ്വന്തമാക്കാണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അർജുനൊന്നും മിണ്ടായിരിക്കുന്നത്. പിന്നീട് അർജുൻ പറഞ്ഞു, അത് പിങ്കി ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇതിന്റെ പേരിൽ ഓരോന്ന് കുത്തി പറഞ്ഞ് നന്ദേടത്തിനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് അർജുൻ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് അരുന്തിയുടെ അടുത്തേക്ക് മോഹിനി എല്ലുക. മോഹിനി എന്നിട്ട് ചോദിച്ചു, അല്ല അരുന്തിയുടെ അടുത്ത് ഈ കാടൻകൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രശ്നം പിടിച്ച സ്ഥലമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, അതൊക്കെ ശരിയാ മോഹിനി, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല
ഈ അർജുൻ ഇത് എന്ത് ഭാവിച്ചത് അങ്ങോട്ട് പിന്നെ പോയത്? ഏട്ടത്തിക്കൊന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ മേലായിരുന്നോ? ഏട്ടത്തി അല്ലേ ഈ വീട്ടിലെ കാർന്നോത്തി. ഇത് കേട്ടതും അരുന്ധതി പറഞ്ഞു, കാർന്നോത്തി ആ സ്ഥാനമൊക്കെ പണ്ട്. ഇപ്പോഴെനിക്ക് ആ വില ആരെങ്കിലും തരുന്നുണ്ടോ? അങ്ങനെ തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബത്തിൽ സംഭവിക്കുമായിരുന്നു ചോദിക്കുക. അല്ല, അവനോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞ, പക്ഷെ അവൻ അതൊക്കെ വകവച്ചോന്ന് ചോദിക്കുക. മോഹിനി പറഞ്ഞു, ഏട്ടത്തി ശരിക്കും ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഗൗതം പോയില്ല എന്ന് പറയാം. ഏയ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? കാരണം എന്താണെന്നറിയോ? ഒരു മേജറുടെ ഭാര്യയല്ല ഞാന്. അവന്റെ ഡ്യൂട്ടി ഏറ്റവും പ്രധാനം. അത് എന്നെക്കാളും കൂടുതലായിട്ട് മോഹിനി നിനക്കറിയാൻ പാടില്ലേ? പിന്നെ നമ്മൾ അവനെ തടയാൻ ശ്രമിച്ചാലൊന്നും അവനൊരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തടയാൻ ശ്രമിക്കാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ നന്ദയുടെ മനസ്സിലെ വിഷമം നീയും കൂടെ കണ്ടല്ലേ? നന്ദ അത്രയും കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടും അവൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവന് എല്ലാരെക്കാളും മുഖ്യം അവന്റെ ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് അവനുള്ളെന്ന് പറയാം. എന്നാലും വേണ്ടായിരുന്നു. മോഹിനിക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മയാണെങ്കിലോ, ലക്ഷ്മിയമ്മയും അടുക്കളയില് ഗൗതത്തിനെ കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് വന്നു. പവിത്ര എന്നിട്ട് ചോദിച്ചു, എന്താ ലക്ഷ്മമ്മ മുഖത്തൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ഏയ്, ഒന്നുമില്ല, എനിക്കറിയാം ഗൗതമേണ്ണൻ അങ്ങോട്ട് പോയതിന്റെ ബുദ്ധിമുട്ടല്ലേ ലക്ഷ്മമ്മയ്ക്ക്. എന്നാലും ഈ ഗൗതമേണ്ണൻ എങ്ങനെ ഇങ്ങനെ പോകാൻ തോന്നി? അതും ഇന്നലെ ആദ്യരാത്രി കഴിഞ്ഞുള്ളൂ. പാവം നന്ദേടത്തിനെ ഇട്ടിട്ട് എങ്ങനെ പോകാൻ തോന്നിന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം ഹണിമൂണൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കേണ്ട സമയം. ആ സമയത്താണ് ഗൗതമേട്ടൻ പോയിരിക്കണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നിനക്കറിയാലോ പവിത്ര, അവൻ എല്ലാത്തിനേക്കാളും മുഖ്യം അവന്റെ ജോലിയാന്നുള്ള കാര്യം. അതൊക്കെ ശരി തന്നെ. പക്ഷേങ്കിലുണ്ടല്ലോ ലക്ഷ്മിയമ്മേ, ഈ കാടൻകൊല്ലി ഉണ്ടല്ലോ അത്ര നല്ല സ്ഥലമല്ലെന്നാ കേട്ടെ. ഇവിടെ എല്ലാരും പറയുന്നത് കേട്ടു. വെള്ളിച്ചനും ഇതേ അരിന്ത് വെല്ലുമ്പോ എല്ലാരും പറയുന്നത് കേട്ടു. അവിടെ ഇതിനു മുമ്പ് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, കുറെ പോലീസുകാരൊക്കെ മരണപ്പെട്ടാന്നൊക്കെ. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, ദേ ആകെപ്പാടെ മനുഷ്യൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക. നീ ഒന്ന് കേറി പോകുന്നുണ്ടോ പവിത്രേ? അപ്പൊ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു, മനുഷ്യന് സമാധാനം കിട്ടാനിട്ടെന്ന് പറയാം. പിന്നീട് പവിത്ര, ഞാനൊന്നും പറയണില്ലേ, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്നുള്ളൂ എന്നും പറഞ്ഞ് പവിത്ര അങ്ങോട്ട് പോവാ. ഈ സമയം നന്ദയ്ക്ക് വല്ലാത്ത വിഷമായി. ഇതുവരെയായിട്ടും ഗൗതമേട്ടൻ പോയിട്ടൊന്നും വിളിച്ചിട്ട് പോലുമില്ല. എന്ത് പറ്റി വിളിക്കാത്ത? ചിലപ്പോൾ ഒരുപക്ഷെ തിരക്കായതുകൊണ്ടാണോ? അങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നന്ദ ഇങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ രാത്രിയായിട്ടും ഒരു വിവരം കിട്ടിയില്ല. ഇതെന്ത് പറ്റി? കാരണം ഇത്ര സമയം താമസിക്കേണ്ടതല്ല, താമസിച്ച് തന്നെ വിളിക്കേണ്ടതാണ്. ഒരു മേജർ ദൗത്യമായിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ തന്റെ അച്ഛന് പോയതാണ്. തന്റെ അച്ഛനെ തനിക്ക് നഷ്ടപ്പെട്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടം വന്നു. ഒരുപക്ഷെ തന്റെ അച്ഛൻ ഇപ്പൊ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു ആശ്വാസമായേനും. ഗൗതം സാറ് പോയി കഴിഞ്ഞപ്പം തന്റെ അരിയിലിരുന്നേനും. അതൊക്കെ ഓർത്തപ്പം നന്ദയ്ക്ക് വല്ലാത്ത വിഷമം വന്നു. പിന്നീട് നന്ദ പോയി എന്ത് ചെയ്യുവാണ്? അച്ഛന്റെ ഫോട്ടോ എടുത്ത് കൈ പിടിച്ചിട്ട് അച്ഛന്റെ ഫോട്ടോ കുറെ സമയം സംസാരിച്ചു. എന്നിട്ട് നന്ദയുടെ മനസ്സിന്റെ വിഷമം അങ്ങോട്ട് മായുന്നില്ല. പിന്നീട് ഗൗതമിന്റെ ഒരു യൂണിഫോം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് മടിയിൽ വെച്ചിട്ട് ഗൗതമിനോട് സംസാരിക്കുന്നവള് തന്നെ ആ യൂണിഫോം എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഇന്നലെ നമ്മൾ ഈ സമയത്ത് എന്തൊരു നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ്, ഇന്ന് കണ്ടില്ലേ? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ടും എന്നെ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല. എന്ത് പറ്റി ഇത്ര പെട്ടെന്നെല്ലാം മറന്നുപോയെന്ന് ചോദിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോവാ. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് എന്നെ എതിരായിട്ട് എന്നെ ഒന്ന് ഫോൺ പോലും വിളിക്കാത്തെ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഗൗതമിനോട് എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് കയറി വന്നു. ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഇതിലായിട്ട് ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. എനിക്കറിയില്ലമ്മ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയാ. എന്താ അമ്മ എന്താ ഉറങ്ങാത്തെ? ഓ, എനിക്ക് ഉറക്കം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നന്ദയുടെ അടകെ വന്നിരിക്കുകയാണ്. അതെ, മോള് കിടന്ന് ഉറങ്ങിക്കോ, വെറുതെ ഉറക്കളയ്ക്കേണ്ട ആവശ്യമില്ല. അല്ല, അവൻ വിളിക്കോ മറ്റോ ചെയ്തോ മോളെന്ന് ചോദിക്കുക. ഇല്ലമ്മ, വിളിച്ചിട്ടില്ല. രാവിലെ ആകുമ്പത്തേനും വിളിക്കുമായിരിക്കും, അല്ല വരുമായിരിക്കും എന്ന് പറയാം. എന്തേലും തിരക്ക് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് പറയാം. പക്ഷെ കാടൻകൊല്ലിയിലേക്കാണല്ലോ പോയെന്ന് ഓർത്തിട്ട് എനിക്കൊരു വിഷമം ഉണ്ടെന്ന് പറയാം. അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ടെന്നേ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മനെ ആശ്വസിപ്പിക്കുക. അമ്മ പോയി കിടന്നോളാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ മുറിയിലേക്ക് പോയി. പിന്നീട് നന്ദ പോയി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരു വിധത്തിൽ നന്ദ നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞിട്ടും ഗൗതമേട്ടനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിലോ ഫോണിൽ കിട്ടുന്നില്ല. ഫോൺ പരിധിക്ക് പുറത്തെന്നാ പറയണേ. ഇന്ത്യവരത്തിലുള്ള എല്ലാവർക്കും ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി ഇപ്പൊ ഇന്ത്യവരത്തിലുള്ളവര്. കാരണം എല്ലാവരും പറഞ്ഞു ഗൗതത്തിനെ കുറിച്ച് ഇതിനായിട്ട് ഒരു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്ന്. ഈ സമയത്താണ് അർജുന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പം കോള് വന്നു കഴിയുമ്പത്തേനും അർജുൻ കോൾ എടുക്കുകയാണ്. അങ്ങനെ കോൾ എടുത്ത് സംസാരിച്ച് ഇപ്പൊ അങ്ങേ തലയ്ക്കൊന്ന് കേട്ട കാര്യങ്ങൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടത്. ഈ സമയത്ത് നന്ദ അങ്ങോട്ട് വരുന്നേ.
നന്ദ വന്നു കഴിഞ്ഞിട്ട് അർജുനോട് ചോദിച്ചു, ആരാ അർജുൻ, എന്താ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കും. അല്ല നന്ദ എടുത്ത് ഞാന്, കാര്യം എന്താ, ഗൗതമേണ്ണാണോ വിളിച്ചേ, അതോ ഗൗതമേണ്ണെ കുറിച്ചുള്ള പല വിവരം എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുക. ഈ സമയം പിങ്കിയും ലക്ഷ്മിയമ്മ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. എന്താ മോനെ, എന്താ നീ ഒന്നും പറയാത്തേന്ന് അർജുനോട് ചോദിക്കുക. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, അല്ല ഗൗതമേണ്ണെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ അറിഞ്ഞേന്ന് പറയാ. അല്ല എന്ത് കാര്യം അറിഞ്ഞേ? അല്ല ഇന്നലെ കാടൻകൊല്ലി വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നു. എന്റെ ഈശ്വരന്മാരെ, എന്നിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞേ. ഒന്നും അറിയത്തില്ല, നീ എന്തൊക്കെയാ അർജുൻ ഈ പറയണേ? അറിയില്ല അവിടെ എന്താ സംഭവിച്ചെന്നുള്ളേ, പക്ഷെ ഗൗതം മേഡം മിസ്സിങ് ആണെന്നാ പറയണേന്ന് പറയുക. ഇത് കേട്ടതും നെഞ്ചത്തടിച്ച് ലക്ഷ്മിയമ്മ നിലവിളിക്കുക. അതോടൊപ്പം തന്നെ നന്ദി ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ഇത് പ്രമോ വിശേഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. ഫുൾ വിശേഷം വരുന്ന സമയത്ത് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാട്ടോ. ഉച്ചയ്ക്ക് ആവുമായിരിക്കും വരുമ്പം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.